ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വലിയ തോൽവിയാണ് ഉണ്ടായത്. അനുച്ഛേദം 370 റദ്ദാക്കിയ ശേഷം 10 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ജമ്മു കാശ്മീരിൽ നടന്നൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിജയം പ്രതീക്ഷിച്ചതാണ്. ഇന്ത്യ സഖ്യവും ബി.ജെ.പിയും നേർക്കുനേർ. നിലവിൽ വരിക തൂക്കുസഭയായിരിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഒടുവിൽ ജനവിധി ഇന്ത്യ സഖ്യത്തിനൊപ്പം. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം 370 റദ്ദാക്കൽ, സംസ്ഥാന പദവി തിരിച്ചു നൽകൽ, ലഫ്റ്റനന്റ് ഗവർണറിലൂടെ കേന്ദ്രത്തിന്റെ ഇടപെടൽ, തന്നാട്ടുകാർ തന്നെ കാശ്മീർ ഭരിക്കണമെന്ന വികാരം, പ്രതിഷേധങ്ങളോടുള്ള ഭരണകൂട സമീപനങ്ങൾ, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ തുടങ്ങിയ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ വിഷയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഇതെല്ലാം മുതലെടുത്ത് ദേശസ്നേഹത്തിന്റെ പേരിൽ വോട്ടുപിടുക്കാനിറങ്ങിയ ബി.ജെ.പിക്ക് പക്ഷേ അടിപതറി. കാശ്മീരിന്റെ പൂർണ്ണ സംസ്ഥാന പദവി കൊണ്ടുവരുമെന്നും ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന കോൺഗ്രസിന്റെ വാഗ്ദാനത്തിൽ ജനവിശ്വാസം അർപ്പിക്കുകയായിരുന്നു. തങ്ങൾക്ക് മേധാവിത്വമുള്ള ജമ്മു മേഖലയിൽ നിന്നും പരമാവധി സീറ്റുകൾ നേടിയ ശേഷം മറ്റു പാർട്ടികളൊപ്പം കൂട്ടി ഭരണത്തിലേറാം എന്നായിരുന്നു ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് 5 പേരെ ലഫ്റ്റനന്റ് ഗവർണറെ കൊണ്ട് നാമനിർദ്ദേശം ചെയ്യിക്കാൻ വരെ കേന്ദ്ര സർക്കാർ തയ്യാറായത്. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഈ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു. കൃത്യമായ സീറ്റ് വിഭജനത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് വൻ വിജയം നേടാനുമായി. കാശ്മീർ നഷ്ടമായതിന്റെ വിഷമത്തിൽ കഴിയുന്ന ബി.ജെ.പിക്ക് മറ്റൊരു തിരിച്ചടി കൂടി കാശ്മീരിൽ ഒരുങ്ങുന്നുണ്ട്. 4 രാജ്യത്തെ സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കാശ്മീരിൽ നടക്കുകയാണ്. ഒക്ടോബർ 24 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിൽ ജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. 2 സീറ്റിൽ നാഷണൽ കോൺഫറൻസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ശേഷിക്കുന്ന 2 സീറ്റുകളിൽ വിജയിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ബി.ജെ.പി. ആ പ്രതീക്ഷകൾക്ക് കാരണം ബി.ജെ.പി. സഖ്യത്തിന് പുറത്തു നൽകുന്ന ചില പാർട്ടികളുടെ പിന്തുണ ലഭിക്കുമെന്ന് അവർ കരുതുന്നുണ്ട്. എന്നാൽ പിന്തുണയ്ക്കാൻ സാധിക്കില്ലെന്ന് അതിൽ ചില പാർട്ടികൾ അറിയിച്ചതോടെയാണ് ബി.ജെ.പിയുടെ എം.പി മോഹങ്ങൾ കരിഞ്ഞു വീഴുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, ബി.ജെ.പി. ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് തുടങ്ങിയ നേതാക്കൾ കാശ്മീരിലെത്തി ചർച്ച നടത്തിയെങ്കിലും നിലവിൽ ഫലം കണ്ടില്ല. ബി.ജെ.പിക്ക് 28 എം.എൽ.എമാർ ജമ്മു ആൻഡ് കാശ്മീരിലുണ്ട്. നാഷണൽ കോൺഫറൻസ് പാർട്ടിക്ക് 53 എം.എൽ.എമാരുണ്ട്. 2 സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർണയം അവർ പൂർത്തിയാക്കി കഴിഞ്ഞു. 7 എം.എൽ.എമാർ പി.ഡി.പിക്കുണ്ട്. അവർ ബി.ജെ.പിക്ക് പിന്തുണ നൽകുകയാണെങ്കിൽ 2 സീറ്റുകളിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. 2021 ഫെബ്രുവരിയിലാണ് കാശ്മീരിൽ രാജ്യസഭാ സീറ്റിൽ ഒഴിവ് വന്നത്. ഗുലാം നബി ആസാദ് അടക്കമുള്ള നേതാക്കളുടെ കാലാവധിയാണ് അന്ന് അവസാനിച്ചത്. പിന്നീട് കാശ്മീരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതോടെയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കാതെ വന്നത്. അന്ന് നടക്കേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ മാസം 24 നടക്കുന്നത്. ഒക്ടോബർ 13 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതിയാണ്. അന്ന് ചിത്രം കൂടുതൽ വ്യക്തമാകുമെന്ന് ഉറപ്പാണ്.